ചേച്ചി എന്താ ഇവിടെ ചുമ്മാ നിൽക്കുന്നേ? വാ നമുക്ക് ഓടാൻ പോവാം. ഞാനില്ല, ഈ കാവടി തുള്ളി വരുന്നയാളാണ് ഓടാൻ പോകുന്നത്. ഞാൻ ആവശ്യത്തിന് എൻ്റെ ജോലിയിൽ ഓടുന്നുണ്ട്, അത് മതി. ഒരു ഓട്ട മത്സരം എന്നൊക്കെ പറഞ്ഞാലും സംഭവം ഇവരൊക്കെ ഓടുന്ന എന്തിനാന്ന് പോലും ഇവർക്കറിയില്ല. ഇവരൊക്കെ ഇവരുടെ കമ്പനീനെ റെപ്രസെൻ്റ് ചെയ്താണ് ഓടാൻ പോകുന്നത്. ഓട്ട മത്സരത്തിൽ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരും ഇതിനു വേണ്ടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാത്തവരുമാണ് കൂടുതൽ. അതിനിടയിൽ നന്നായി ഓടുന്ന പ്രൊഫഷണൽ ഓട്ടക്കാരും ഉണ്ട്. ഏകദേശം 50,000 ഓട്ടക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതിലിങ്ങനെ രസത്തിലോടുന്നവരും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ ഇതേ പരിപാടിയിൽ പങ്കെടുത്തിട്ട് സ്വന്തം കമ്പനിയിൽ നിന്ന് ഏറ്റവും സ്പീഡിൽ ഓടിയെത്തിയ ആൾക്കുള്ള ക്ലാപ്പ് കിട്ടിയെങ്കിലും കൂടെ അവാർഡായി കിട്ടിയ കാലുവേദന ഒരാഴ്ച എടുത്താണ് അരുണ്ട് കുറഞ്ഞത്. സോ ആവശ്യത്തിന് ഉപദേശിച്ചാണ് ഈ പ്രാവശ്യം ഞാൻ വിട്ടത്. ഓടുവാണെന്ന് തോന്നിപ്പിക്കണം, എന്നാൽ നന്നായി ഓടാവോ അതുമില്ല. അങ്ങനെ അങ്ങ് ഓടുക. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ആത്മാർത്ഥത ഇച്ചിരി കൂടുതലാണ്. നോക്കുകൂലിയാണോ എന്നറിയില്ല, അവിടുന്ന് ഇവിടുന്നും ഒക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് എന്തൊക്കെയൊക്കെയോ കിട്ടുന്നു. ലാസ്റ്റ് എല്ലാവരും ഓടിയെത്തേണ്ടത് ഈ സ്റ്റേഡിയത്തിലായിരുന്നു. ലാസ്റ്റത്തെ ഒരു റൗണ്ട് കൂടി ഇതിനുള്ളിൽ ഓടിയെത്തുന്ന ഫസ്റ്റ് ആൾക്കാണ് പ്രൈസ്. അങ്ങനെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഒരു പിണ്ണതയിലവും കുഴമ്പും ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങ് നടന്നു. പറയാൻ മറന്നു, ഇതിനത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത വകയായിട്ട് 2 പേർക്കുള്ള ക്രൂസ് ട്രിപ്പിന്റെ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടോ.